നമസ്കാരം. വിഷമദ്യ ദുരന്തത്തിൽ ഇപ്പോൾ നടുങ്ങിയിരിക്കുകയാണ് കുവൈറ്റ്. മരിച്ചവരിൽ ഏറെയും ഇന്ത്യക്കാർ, ഇതിൽ കൂടുതലും മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. മദ്യനിരോധനം നിലനിൽക്കുന്ന രാജ്യത്ത് വിഷമദ്യം കഴിച്ച് ഗുരുതരാവസ്ഥയിലായ 23 പേർ ഇതുവരെ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. 160 പേരാണ് ഇതുവരെ ചികിത്സ തേടിയിരിക്കുന്നത്. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ട്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള 51 പേരുടെ വൃക്ക തകരാറിലായെന്നും ഇവർക്ക് ഡയാലിസിസ് നടത്തുകയാണ് എന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുമുണ്ട്. വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരിൽ ഏറെയും ഇന്ത്യക്കാരാണ്. കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 6 മലയാളികൾ മരിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ മലയാളികൾ മരിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മദ്യനിരോധനമുള്ളതിനാൽ മരിച്ചവരുടെ വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയും ഇക്കാര്യത്തിൽ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. 40 ഇന്ത്യക്കാർ ചികിത്സയിലുണ്ടെന്ന് മാത്രം പറയുന്ന എംബസി ദുരന്ത കാരണം പോലും വെളിപ്പെടുത്തുന്നുമില്ല. അതേസമയം തന്നെ വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. ചികിത്സയിൽ കഴിയുന്നവരിൽ 31 പേർ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. 21 പേർക്ക് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. വിഷമദ്യ ദുരന്തത്തെ തുടർന്ന് കുവൈറ്റിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. അനധികൃത മദ്യനിർമ്മാണശാലകൾ കണ്ടെത്തുവാനായി വ്യാപക പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്.